പ്രിയരെ, നമസ്കാരം. സമൂഹത്തില് ആയിരക്കണക്കിന് പ്രസ്ഥാനങ്ങൾ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷേ ആ പ്രസ്ഥാനങ്ങളിൽ വളരെ ചുരുക്കം പ്രസ്ഥാനങ്ങൾക്ക് വളർച്ചയും സ്ഥായിയായ വിജയവും കണ്ടെത്തുന്നുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. എന്തായിരിക്കും ഇത്തരത്തിലുള്ള സ്ഥായിയും വളർച്ചയുമുള്ള പ്രസ്ഥാനങ്ങളുടെ വിജയം? എന്തായിരിക്കും പരാജയപ്പെടുന്ന പ്രസ്ഥാനങ്ങളുടെ വിഷയങ്ങളിൽ നിന്ന് ആരെങ്കിലും ചിന്തിച്ചിരുന്നു? വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് പറയാം, ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇവിടെ ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അത് വ്യക്തികളുടെ ചില ആശയങ്ങളെ മുൻനിർത്തിയാണ്. ആ വ്യക്തികളുടെ ആശയങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അത് പലപ്പോഴും പ്രസ്ഥാനങ്ങളായി വളർന്നു വരികയാണ്. ഒരേ ആശയത്തിലൂടെ നമ്മുടെ മുന്നിൽ കടന്നു വരുന്ന പലരും ആ പ്രസ്ഥാനത്തിന്റെ നാഴികക്കല്ലുകളായിട്ട് സമൂഹത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, അത്തരം നാഴികക്കല്ലുകളുമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് നല്ല അറിവുണ്ടായിരിക്കും, നല്ല ചിന്തകളുണ്ടായിരിക്കും, സമൂഹത്തിലെ മറ്റു പലരുമായി കൂട്ടിയോജിപ്പിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുള്ളായിരിക്കും. അതായിരിക്കും അവരുടെ പ്രത്യേകത. ആകത്തുക പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തികളുടെ സ്വഭാവശുദ്ധിയാണ് ആ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ചികഞ്ഞു പരിശോധിച്ചാൽ മനസ്സിലാകും. ചുരുക്കി പറഞ്ഞാല് ഒരു പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പും വളർച്ചയും നാശവും തീരുമാനിക്കുന്നത് അതിനോടൊപ്പം നിൽക്കുന്ന നീങ്ങുന്ന വ്യക്തികളുടെ പ്രവൃത്തികളും അതിൻ്റെ ഫലങ്ങളുമാണ് എന്ന് ഉറപ്പിച്ച് പറയേണ്ടതായിട്ട് നമുക്ക് നോക്കൂ. നല്ല ആശയങ്ങൾ ഉണ്ടായിട്ടും ഒരു പക്ഷേ ചില പ്രസ്ഥാനങ്ങൾ നശിച്ചത് എന്തായിരിക്കും കാരണം? മുൻ നമ്മൾ പറഞ്ഞ പോലെ അതിലുണ്ടായിരുന്ന വ്യക്തികളുടെ സംശുദ്ധമല്ലാത്ത ചില പ്രവൃത്തികളാണ് അതിന് ആക്കം കൂട്ടിയിട്ടുണ്ടാകുക എന്നുള്ളത് പറയാതെ തരമില്ല. പ്രസ്ഥാനങ്ങൾ വളർന്നു വരുമ്പോൾ സ്വാർത്ഥത നിറഞ്ഞ ചില ആൾക്കാർ അതിലേക്ക് കടന്നു വരും. അവർക്ക് അഹങ്കാരവും അശ്രദ്ധയും അതല്ലെങ്കിൽ ചില അനാചാരങ്ങളും ഒക്കെ അവർ അതിലേക്ക് ഉള്ളിലേക്ക് ഇടത്തു വരും. ആ ചാലിലേക്ക്, ആ നല്ല വെള്ളം ഒഴുകുന്ന ചാലിലേക്ക് അഴുക്ക് വെള്ളങ്ങൾ വന്നണയുകയും ചെയ്യും. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെയോ സംഘടനയോ നശിപ്പിക്കാൻ പുറത്തുള്ളവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷാൽ ആ സംഘടനയ്ക്കുള്ളിലെ ചിലരുടെ പ്രവൃത്തിയുടെ ഫലമായി പലപ്പോഴും ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ഉള്ളിൽ തറച്ചിരിക്കുന്ന ആശയത്തെ പോലും ഇല്ലാതാക്കാൻ ചിലരുടെ പ്രവൃത്തികൾക്ക് കാരണമാകും. ചിലരുടെ പ്രവൃത്തികൾ അതിന് കാരണഭൂതമായി മാറും. അങ്ങനെ ആ പ്രദേശത്ത് ആശയങ്ങൾ തല്ലി തകർക്കാൻ ചില വ്യക്തികളുടെ ദുഷിച്ചു നാറിയ അഹങ്കാരവും പിടിവാശിയും കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവണം. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ നന്മ നിറഞ്ഞ ചില വ്യക്തികളുടെ ദൃഢനിശ്ചയവും നിഷ്കളങ്കയും ആത്മത്യാഗവും ഒക്കെ നല്ല പ്രസ്ഥാനങ്ങൾക്ക് വളമിടാൻ കാരണമായി എന്നുള്ളത് മറക്കാതെ തരമില്ല. അപ്പോൾ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും തളർച്ചയും തീരുമാനിക്കുന്നത് പ്രസ്ഥാനത്തിനകത്തെ തന്നെ നല്ലവരും അതോടൊപ്പം തന്നെ ദുഷിച്ചു നാറിയ പിടിവാശിയും കൊണ്ട് നടക്കുന്നവർ തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഒരു പക്ഷേ ആശയങ്ങളും ഒക്കെ ആമാശയത്തിന്റെ വഴിയിലേക്ക് ആശയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അവരുടെ ആമാശയവും അവരുടെ കീശയും ഉയർത്താനുള്ള ഒരു മാർഗമായിട്ട് ചിലർ തിരഞ്ഞെടുക്കുകയും അതിന് വഴിവെച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ പ്രിയരെ, നമ്മളൊക്കെ പലപ്പോഴും നല്ല കണ്ട പ്രസ്ഥാനങ്ങൾ നാളെ ഇല്ലാതാകുമെന്നുള്ളത് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുന്നു. നല്ല നമസ്കാരം.